ഡിസ്കസ് ചെയ്യാനുള്ളത് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി, അതായത് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ ലോസ് ആകുന്നു, അതുപോലെ കിഡ്നി ഡാമേജ് ആകുന്നു. കോസസ് റാപ്പിഡ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. കിഡ്നി ഇഞ്ചറി നടക്കുന്നത് നമുക്ക് ഒരു പരിധി വരെയും റിവേഴ്സിബിൾ ആക്കാൻ പറ്റും. പിന്നെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കെയർ കൊടുത്തുകൊണ്ട് മാത്രമാണ് നമുക്കിത് റിവേഴ്സിബിൾ ആക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോസസിനെ നമുക്ക് മെയിനായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രീ റീനല്, ഇൻട്രാറീനല്, പോസ്റ്റ് റീനല്. പ്രീ റീനൽ എന്നാൽ ഔട്ട്സൈഡ് ഓഫ് ദി കിഡ്നി, അതായത് പ്രീ റീനൽ എന്നാൽ ഔട്ട്സൈഡ് ഓഫ് ദി കിഡ്നിയിൽ. കോസസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇൻട്രാ വാസ്കുലാർ വോളിയം ഡിപ്രീഷൻ ആയിരിക്കും, ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം, ഡിക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട്, ദെൻ പ്രീ റീനൽ ഇൻഫെക്ഷൻസ്, ദെൻ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോസസ്. ഇൻട്രാറീനൽ എന്നാൽ ഇൻസൈഡ് ദ പാരൻകൈമ ഓഫ് കിഡ്നി. ഇനി നമുക്ക് അതിൻ്റെ കോസസ് നോക്കുകയാണെങ്കിൽ ട്യൂബുലർ നെക്രോസിസ്, പ്രൊലോങ്ഡ് പ്രീ റീനൽ ഇസ്കീമിയ, ഇൻട്രാറീനൽ ഇൻഫെക്ഷൻ ഓർ ഒബ്സ്ട്രക്ഷൻ, നെഫ്രോടോക്സിസിറ്റി, അതായത് കിഡ്നി ടോക്സിക് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ചില അയോൺസ് ഒക്കെയാണ് നെഫ്രോടോക്സിറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് പോസ്റ്റ് റീനൽ, ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് ദ കിഡ്നി ഓർ ബിറ്റ്വീൻ ദ കിഡ്നി. യുറീത്രൽ മയാറ്റിസ്. ഇതിൻ്റെ കോസസ് നോക്കുവാണെങ്കിൽ ബ്ലാഡർ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നു, ബ്ലാഡർ ക്യാൻസർ ഉണ്ടാകുന്നു, കാൽക്കുലസ് ഉണ്ടാകുന്നു, പോസ്റ്റ് റീനൽ ഇൻഫെക്ഷൻ, ഇതൊക്കെയാകാം. ഇനി നമുക്ക് ഫൈൻഡിങ്സ് നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ആദ്യം ഇതിൻ്റെ ഫേസസ് നോക്കണം. ഓരോ ഫേസസും അസസ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 4 ഫേസസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അതായത് 4 സ്റ്റേജസ് ആയിട്ട്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കിഡ്നി ഇഞ്ചറി ഈസ് ഓൺസെറ്റ്, നെക്സ്റ്റ് ഒളിഗൂരിയ സ്റ്റേജ്, നെക്സ്റ്റ് ഡയററ്റിക് ഫേസ്, ലാസ്റ്റ് വൺ റിക്കവറി ഫേസ്. ആദ്യത്തേത് ഓൺസെറ്റ് ഫേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കോസസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം കോസസ് ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ട എന്തെങ്കിലും ഇവൻസ്, അതായത് എന്തെങ്കിലും ഒരു ഇവൻസ് ഉണ്ടാകുമ്പോൾ കിഡ്നി ഇഞ്ചുറി പ്രസിപ്പിറ്റേറ്റഡ് ആകുന്നു, ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഓൺസെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒളിഗോറിക് ഫേസ് എന്താണെന്ന് നോക്കാം. ഡിക്രീസ് യൂറിൻ ഔട്ട്പുട്ട് ദാൻ 400 ml പെർ ഡേ, അതായത് ഒരു ദിവസത്തിൽ 400 ml കുറവായിട്ടുള്ള യൂറിനാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് സൈൻസ് ഓഫ് യുറീമിയ എന്ന് പറയുന്നത് യുറീമിയ, അതായത് യുറീമിയയുടെ സിംറ്റംസ് നമുക്ക് നോക്കാം. അതായത് അനോറക്സിയ, നോസിയ, വൊമിറ്റിങ്, ഇതൊക്കെയാണ്. ഇനി നോക്കുവാണെങ്കിൽ മെറ്റബോളിക് അസിഡോസിസ്, ഇതിൽ റാപ്പിഡ് ബ്രീത്തിങ്, എഡിമ, ന്യൂറോളജിക്കൽ ചേഞ്ചസ്, അതായത് സെൻസറിയിൽ ഓൾട്ടേർഡ് ആവാം, കോൺഷ്യസ്നെസ് ഉണ്ടാകാം, ഇതൊക്കെ കോൺഷ്യസ്നെസ്സിൽ ചെറിയ ഓൾട്ടറേഷൻസ് ഒക്കെ ഉണ്ടാവാം, ഇതൊക്കെയാണ്. ദെൻ ബാക്കിയുള്ള ന്യൂറോളജിക്കൽ സിംറ്റംസ് ആൻഡ് സൈൻസ് ഒക്കെ നമ്മൾ അഫക്റ്റഡ് ആയിട്ടുള്ള ആളിൽ കാണിക്കും. അതായത് നോസിയ, വോമിറ്റിങ്, റാപ്പിഡ് ബ്രീത്തിങ്, സൈൻസ് ഓഫ് പെരികാർഡിറ്റൈസ്, പിന്നെ ചേഞ്ചസ് ഓഫ് എഡിമ, സൈൻസ് ഓഫ് ന്യൂറോളജിക്കൽ ചേഞ്ചസ്, ഇതൊക്കെ ആയിരിക്കാം അതിൻ്റെ സിംറ്റംസിൽ. ഇനി നമുക്ക് ഇൻ്റർവെൻഷൻസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഫേസിൽ റെസ്ട്രിക്റ്റഡ് ഇൻടേക്ക് ഓഫ് ഫ്ലൂയിഡ്, അതായത് ഫസ്റ്റ് ആ ഒരു ഫേസിൽ നമ്മൾ ഫ്ലൂയിഡ് ഇൻടേക്ക് കുറയ്ക്കുക ഫസ്റ്റ് ഫേസിൽ. നെക്സ്റ്റ് ഫേസിൽ മോണിറ്റർ ദ യൂറിൻ, ബ്ലഡ് ലെവല്, റെസ്പിറേറ്ററി ലെവല്, ബ്രീത്തിങ് ടൈം, പിന്നെ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് നമ്മൾ പേഷ്യൻറ്റിന് കറക്റ്റ് ടൈമിൽ തന്നെ കൊടുക്കുക, ബെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക, ദെൻ ആക്ടിവിറ്റീസ് കുറയ്ക്കാൻ പറയുക, അവോയ്ഡ് ഹാർഡ് ആക്ടിവിറ്റീസ്, ദെൻ മോണിറ്റർ ദ വൈറ്റൽ സൈൻസ്, അവരുടെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുക, ലോ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓരോ സ്റ്റേജും ആകുന്നതനുസരിച്ച് നമ്മൾ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടി വരണം. അപ്പം ഓരോ സ്റ്റേജിലും അതിൻ്റെതായ മാറ്റങ്ങളായിരിക്കും കണ്ടുവരുന്നത്. അപ്പോൾ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് കറക്റ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക, ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുക, ഇൻടേക്കും ഔട്ട്പുട്ടും നമ്മൾ മോണിറ്റർ ചെയ്യുക, വെയിറ്റ് ലോസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യുക. അതായത് നമ്മൾ ക്ലയൻസിന് ഒരു എഡ്യൂക്കേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യണം. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.